വ്യൂവേഴ്സ് നമസ്കാരം. വെൽക്കം ടു ഫുഡ് കോഷ്യന്റ്. നന്ദിനി വിമൽ ഹിയർ. ഞാനിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം സുഖമാണെന്നും സേഫായിരിക്കുന്നെന്നും വിചാരിക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണാറുണ്ടല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഫുഡ് കോഷ്യൻ നിങ്ങൾക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ്റെ വിഭവമാണ് തരാൻ പോകുന്നത്. അതെന്തെന്ന് വെച്ചാൽ ഡ്രാഗൺ ചിക്കൻ. ടേസ്റ്റി എമ്മി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡ്രൈ ഡ്രാഗൺ ചിക്കൻ. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഞാനിതാ എല്ലാ ഇൻഗ്രീഡിയൻസും വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല. ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞു അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചു ഒരു പാത്രം വയ്ക്കാം. എണ്ണ റീഫൈൻഡ് ഓയിലാണ്. എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാൻ വച്ചിട്ട് നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാം. അപ്പോൾ എണ്ണ ഇരുന്ന് ചൂടാവും. ഡീപ്പ് ഫ്രൈക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡ്രാഗൺ ഡ്രൈ ചിക്കൻ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു ഫുഡ് കോഷ്യനിലൂടെ. അതിന് വേണ്ടി ഇതാ ഞാനിവിടെ 300 ഗ്രാംസ് ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ലെങ്ത്ത് വൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കട്ട് ചെയ്യണം നിങ്ങൾ. ബോൺലെസ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ലെങ്ത്ത് വൈസിൽ കട്ട് ചെയ്യണം. ഫുള്ളും ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ലെങ്ത്ത് വൈസിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇതിലെന്തെല്ലാം ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആവശ്യമുള്ള ഉപ്പ്. ഇത്രയും ചിക്കണിന് ആവശ്യമുള്ള ഉപ്പ്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. വൈറ്റ് പെപ്പറാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്ലാക്ക് പെപ്പറേ ഉള്ളൂ. നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. 1/2 ടീസ്പൂൺ സോയാ സോസ്. ഇത്രയും ഇട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. നന്നായിട്ട് എല്ലാ ചിക്കൻ പീസിലും പിടിക്കുന്നത് പോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നെക്സ്റ്റ് പ്രൊസീജിയർ, ഒരു ബൗൾ എടുക്കുക. ഇതിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഞാൻ ഇതെല്ലാം എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. ഓക്കെ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ. ഇത് ഇത്രയും മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൽ ശകലം സോൾട്ട്, കുറച്ച് പെപ്പർ പൗഡർ, ഒരു എഗ്ഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം നമുക്ക്. ഇതിൽ ശകലം വെള്ളം ആഡ് ചെയ്യാം. ഒരു പേസ്റ്റ് ആക്കണം. നമുക്ക് ഈ ചിക്കൻ ഇത്രയ്ക്കും നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അതിനേറ്റ് നമുക്ക് വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ നമ്മളെ മിക്സ്ചർ ഇതാ റെഡിയായി. നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തു. ഇതിനെ ഇനി നമുക്ക് ഈ ചിക്കനിൽ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സാൾട്ട് നോക്കിക്കൊള്ളണേ, മതിയോ. എല്ലാ ചിക്കനിലും നമുക്ക് കോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്രാഗൺ ചിക്കന് വേണ്ടിയുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. ഇനി ഈ ചിക്കൻ ഒന്നൊന്നായിട്ടെടുത്ത് നമുക്ക് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ്.
ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാം. ഇടുമ്പോഴത്തേക്ക് തീ കുറച്ച് സിമ്മിലാക്കി വയ്ക്കും. സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണേ. ഇത് ഫൈനലായിട്ടുള്ളതും ഞാൻ വറുത്ത് കോരി എടുക്കുകയാണ്. ഈ ഗോൾഡൻ ബ്രൗൺ ഈ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് കോരി മാറ്റാം. ഇതത്രയും വറുത്ത് കോരി എടുത്തിട്ട് അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാം. സ്റ്റൗ കത്തിച്ചിട്ട് അടുത്ത നെക്സ്റ്റ് പാൻ വെച്ചു. നെക്സ്റ്റ് പ്രൊസീജിയറിലോട്ട് പോകാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ വീണ്ടും ഒഴിക്കാം. എണ്ണ ചൂടായി. അതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിടാം. ഒരു 10 അല്ലി വെളുത്തുള്ളി അതുപോലെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്നുകൂടെ ഇട്ടോളാം. ഇതിൻ്റെ കൂടെ 2 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവും നമ്മളെ വെളുത്തുള്ളി, അതുവരേക്കും നല്ലൊരു മണം വരും. അതുവരേക്കും ഒന്ന് നമുക്ക് വശക്കാം. ഇതാ വെളുത്തുള്ളിയെല്ലാം ചുമന്ന് കഴിഞ്ഞു. ഇനി ഇതിൽ കൂടെ നമുക്ക് കാഷ്യൂ നട്ട് ആഡ് ചെയ്യാം. ഡ്രാഗൺ ചിക്കനിൽ നമ്മൾ കാഷ്യൂ നട്ട് ഇടാറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ആഡ് ചെയ്തോളാം. ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്തോളാം. ഇത് ആൾറെഡി റോസ്റ്റഡ് കാഷ്യൂ നട്ടാണ്, അതുകൊണ്ട് ഇത്രയും മതി. ഇതിൽ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൽ ഒരു വലിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നീളത്തിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലിടുകയാണ്. ഇനി ഈ ഉള്ളി വശങ്ങാനെ കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉള്ളി അത്രയും ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഉള്ളി വശങ്ങി കഴിഞ്ഞു. ഇതിൽ കൂടെ 1 ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇടാം. ക്യാപ്സിക്കമും വശങ്ങി. ഇനി 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇതും മിക്സ് ചെയ്യാം. ഇതിൽ കൂടെ 1 ടീസ്പൂൺ സോയാ സോസ്, ശകലം പുളി തരും അതിനാണ്. ഇതിൽ കൂടെ 1/2 ടീസ്പൂൺ ഷുഗർ, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി, ബാലൻസിങ്ങിന് വേണ്ടി. ഞാനെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. ഇതിൻ്റെ കൂടെ ഹോട്ട് ചില്ലി സോസ് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് കുറയ്ക്കാം കൂട്ടാം. ഇത് നല്ല എരിവുള്ളതാണ്. 1.5 ടേബിൾ സ്പൂൺ ഇടുക. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ്, എല്ലാം കൂടെ മിക്സ് ചെയ്യാം. സോസ് മിക്സ് ചെയ്യുമ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക, കൂട്ടി വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇതിൽ കൂടെ ചിക്കൻ ആഡ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഈ പാന് ഇത്രയും ചിക്കൻ ഇതിൽ പറ്റില്ല, അതുകൊണ്ട് വേറെ പാൻ വെച്ചിട്ട് നമുക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് കാണാം. ഞാൻ ഈ പാൻ മാറ്റിയിട്ട് ഈ ചിക്കൻ ഫുള്ളും ഇതിൽ കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റിലെ വലിയ പാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലേ മിക്സ് ചെയ്താൽ മതി. ഫുൾ ചിക്കനും അതിലിടുകയാണ്. എന്നിട്ട് ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്ത് വശക്കി വെച്ചിരുന്ന ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇതിൽ ഫൈനലായിട്ട്
ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, വെള്ളം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോ നന്നായിട്ട്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ എരിവ്, ഉപ്പ് എല്ലാം നോക്കുക. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് ചില്ലി സോസ് ആഡ് ചെയ്തോളാം, പെപ്പർ പൗഡർ ആഡ് ചെയ്തോളാം, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തോളാം. ഇത് 3ഉം ആഡ് ചെയ്ത് നിങ്ങൾക്ക് എരിവ് കൂട്ടാം. ഉപ്പും ഉണ്ടോ നോക്കിക്കൊള്ളാം, ഇല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. ഓക്കെ. കുഞ്ഞു കുട്ടികൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തോളാം. ഫൈനലായി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്ത് വേണോ കൂടുതൽ ആഡ് ചെയ്തോളൂ. ഒന്ന് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ്സ് ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എല്ലാം ചിക്കനിൽ പിടിക്കണം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡിയായി. ഇതിന് സെർവിങ് ബൗളിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് 1 സ്പൂൺ വെള്ള എള്ള്, സീസേം വെള്ള എള്ള് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിടുക. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ല. നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് കാണാം. അങ്ങനെ നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡ്രാഗൺ ചിക്കൻ ഇതാ റെഡി ആയി കഴിഞ്ഞു. ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റി. അതിൻ്റെ പുറത്ത് കുറച്ച് വെള്ള എള്ള് ഇട്ടിട്ടുണ്ട്. അതൊരു ഭംഗിക്കും ടേസ്റ്റിയുമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിടാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഈ വിഭവം നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഡ്രാഗൺ ചിക്കൻ വീട്ടിലും ചെയ്ത് നോക്കാം. അതാണ് നിങ്ങൾക്ക് ഫുഡ് കോഷ്യൻ്റിൽ നിന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായം ഇൻബോക്സിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ മുടങ്ങാതെ എല്ലാവരും കാണുക. നിങ്ങളെല്ലാവരും അത് ഷെയർ ചെയ്ത് എനിക്ക് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്നിൽ നിങ്ങൾ തന്നെ വരുത്തണം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഭവം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു തട്ടുപൊളിപ്പൻ എമ്മി റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും നന്ദിനി വിമൽ. Until then, tata, bye bye, take care my dears. See you in next video.